3000-ഓളം വിദ്യാർത്ഥികൾ, ഇവിടുത്തെ അധ്യാപകർ, സെക്യൂരിറ്റി സ്റ്റാഫ് എന്നുവേണ്ട ഈ ക്യാമ്പസിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പടുകൂറ്റൻ നക്ഷത്രം. ഒരു മാസം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ പൂർത്തീകരിച്ചത്. നിർമ്മലയുടെ സ്റ്റാർ ആണ് ഓരോ വിദ്യാർത്ഥിയും. അത് പ്രകടിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിത് ഇത്തരത്തിൽ ചെയ്തത്. ഈ ഡിസംബർ എന്ന് പറയുന്നത് ഒരുപാട് ആഘോഷങ്ങളുടെയും കാത്തിരിപ്പിൻ്റെയും മാസമാണ്. ക്രിസ്മസും പുതുവത്സരവും എല്ലാം ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു മാസം. ഈ ഒരു ക്രിസ്മസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഡിസംബറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ കോളേജിൽ നിൽക്കുന്ന എന്തിനാണല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷനുകൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന കോളേജുകളിലാണ്. കോളേജ് ക്യാമ്പസുകളിലെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു വിപ്ലവകരമായ ഒരു ആഘോഷങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ആഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി നിൽക്കുന്ന കോളേജുകളൊന്നാണ് നിർമ്മല കോളേജ്. ഇത്തവണ അവരെത്തിയിരിക്കുന്നത് വളരെ പുതുമയാർന്ന ഒരു ആശയം കൊണ്ടാണ്. കോളേജിലെ 3000-ഓളം വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകർ, സെക്യൂരിറ്റി സ്റ്റാഫ് എന്നുവേണ്ട ഈ ക്യാമ്പസിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പടുകൂറ്റൻ നക്ഷത്രം. അതാണ് നിർമ്മല കോളേജിന്റെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം. ഇതാണ് ആ കാണുന്ന നക്ഷത്രം. നിർമ്മല ക്യാമ്പസിൽ വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം നിർമ്മല സൂപ്പറാണ്. ആ ഒരു പറച്ചിൽ നമ്മൾ കേൾക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് ക്രിസ്മസ് മാസം കൂടിയാണല്ലോ ഡിസംബർ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ചേർക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആലോചന ഉണ്ടാവുകയും നമ്മളത് നടപ്പിൽ വരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇതൊരു 53 ഏക്കർ വലുപ്പമുള്ള ഒരു ക്യാമ്പസാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തും ഉണ്ട്. ഒരു മാസം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ പൂർത്തീകരിച്ചത്. 55 അടി ഉയരമുള്ള 30 അടി വീതിയുള്ള ഒരു വലിയ സ്റ്റാറാണ്. അപ്പോൾ കുട്ടികളുടെ എല്ലാവരുടെയും ഫോട്ടോസ് കളക്ട് ചെയ്യണം. ഓഫീസ് സ്റ്റാഫുകളുടെയും മുഴുവൻ ആളുകളുടെയും ഫോട്ടോസ് കളക്ട് ചെയ്തു. അത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ചെയ്തത്. പിന്നെ നിർമ്മല ഒരു ഗ്രീൻ ക്യാമ്പസ് കൂടി ആയതുകൊണ്ട് ഈ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്ന ഒരു കാര്യവും വേണ്ട, സ്റ്റാറിനകത്ത് വേണ്ട എന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഇരുമ്പും അതോടൊപ്പം തന്നെ തുണി കൊണ്ടുമാണ് സ്റ്റാർ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ക്രിസ്മസ് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റാറിന് വാല്യൂ ഇല്ല. കാരണം ഈ അടുത്ത അധ്യയന വർഷം കഴിയുമ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ പാസ് ഔട്ട് ആവുന്നു. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു സ്റ്റാർ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട്, ഒത്തൊരുമയുടെ അടയാളമായിട്ട് സൂക്ഷിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ കോളേജിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റാറിലൂടെയുള്ളത്. ഞങ്ങളൊരു സ്റ്റാറാണ് എന്ന് കുട്ടികളെ ഓർമ്മപ്പെടുത്തുക. നിർമ്മലയുടെ സ്റ്റാറാണ് ഓരോ വിദ്യാർത്ഥിയും. അത് പ്രകടിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിത് ഇത്തരത്തിൽ ചെയ്തത്. റെക്കോർഡുകൾ കിട്ടുമെന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. പക്ഷേ പലയിടത്തും ഇങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പലരും അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊരു അന്വേഷണം നടത്തുന്നുണ്ട് ഞങ്ങൾ. പകൽ ഈ നക്ഷത്രം കാണാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ഭീമാകരമായ നക്ഷത്രം എന്ന് മാത്രമല്ല ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. ഈ പരിസരത്തുള്ള ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ നക്ഷത്രം കാണാം. പക്ഷേ ഒന്ന് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഈ നക്ഷത്രവും ഈ നക്ഷത്രത്തിൻ്റെ പരിസരവും ഒരു വേറെ ആംബിയൻസിലേക്ക് തന്നെ പോകും. അത് നമുക്കൊന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ നൈറ്റ് ആംബിയൻസ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട്. കാരണം 2 സൈഡിലുള്ള മരങ്ങളെല്ലാം ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ട് ആ ലൈറ്റിൻ്റെ പാത നേരെ ചെന്നെത്തുന്നത് ഈ പടുകൂറ്റൻ നക്ഷത്രത്തിലേക്ക്. 3000-ഓളം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇവിടെ ജോലി ചെയ്യുന്ന സകലരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാക്കിയ 55 അടി ഉയരമുള്ള 3 നില കെട്ടിടത്തോളം ഭീമാകാരമായ ഈ പടുകൂറ്റൻ നക്ഷത്രം. ഈ ഒരു ചിന്താഗതിയാണ്. കാരണം ഇത്രയും പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും വ്യത്യസ്തമായ രീതിയിലൊരു നക്ഷത്രം ഉണ്ടാക്കുക, ആ ഒരു ചിന്താഗതിക്ക് തന്നെയാണ് ആദ്യത്തെ സല്യൂട്ട് നമ്മൾ കൊടുക്കുന്നത്. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ ഇവരിനി വ്യത്യസ്തമായ ഐഡിയകൾ കൊണ്ട് ഒരുപാട് വരുന്നു എന്നൊക്കെ അറിയാം. എന്തായാലും ഈ ക്രിസ്മസിൽ നക്ഷത്രങ്ങളുടെ താരം ഈ സ്റ്റാർ തന്നെയായിരിക്കും.